ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സഞ്ജു എന്ന പേരിനോളം ആരാധകരെ ആവേശം കൊള്ളിച്ചതും അതേസമയം തന്നെ നിരാശപ്പെടുത്തിയതുമായ മറ്റൊരു പേരുണ്ടാകാൻ വഴിയില്ല. അസാമാന്യമായ ബാറ്റിംഗ് ശൈലി കൊണ്ടും ക്രീസിലെ ശാന്തത കൊണ്ടും വിക്കറ്റിന് പിന്നിലെ ചടുലത കൊണ്ടും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഈ 31കാരൻ നേരിട്ട അവഗണനകൾ മറ്റൊരു സമകാലീന ക്രിക്കറ്ററും നേരിട്ടിട്ടുണ്ടാകില്ല. ഓരോ തവണയും ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴും ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും റൺസ് അടിച്ചുകൂട്ടി സഞ്ജു തിരിച്ചു വന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ T20 ടീമിന്റെ നായകസ്ഥാനത്തേക്ക് വരെ പേര് ഉയർന്നു കേട്ട ശേഷം അവസാന നിമിഷം സഞ്ജു തഴയപ്പെട്ടത് മലയാളി ക്രിക്കറ്റ് പ്രേമികളെ മാത്രമല്ല, അന്താരാഷ്ട്ര ക്രിക്കറ്റ് നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. T20 നായകസ്ഥാനം നഷ്ടമായെങ്കിലും സഞ്ജുവിനെ കാത്തിരിക്കുന്നത് കരിയറിലെ ഏറ്റവും വലിയ വമ്പൻ കോളാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ പവർ ഹൗസായ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിനായി സെലക്ടർമാർക്ക് മുന്നിൽ ശക്തമായ നിലപാടെടുത്ത് കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ മലയാളി താരത്തിന്റെ കരിയറിന് പുതിയൊരു ജീവൻ നൽകുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ശേഷം T20 ടീമിൽ വലിയൊരു അഴിച്ചുപണി നടക്കുകയാണ്. സൂര്യകുമാർ യാദവിന് ശേഷം ടീമിനെ നയിക്കാൻ തക്ക പ്രാപ്തിയുള്ള ഒരു പുതിയ നേതാവിനെ BCCI തിരയുന്നതിനിടയിലാണ് സഞ്ജുവിന്റെ പേര് സജീവമായി ഉയർന്നു വന്നത്. IPL രാജസ്ഥാൻ റോയൽസിനെ വർഷങ്ങളായി വിജയകരമായി നയിച്ചിരുന്ന സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മികവ് എല്ലാവർക്കും അറിവുള്ളതാണ്. പുതിയ കോച്ചായ ഗൗതം ഗംഭീറിനും സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കുന്നതിനോടായിരുന്നു പൂർണ്ണ താല്പര്യം. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പലപ്പോഴും ഗ്രൗണ്ടിലെ പ്രകടനങ്ങൾക്ക് അപ്പുറത്താണ്. ചീഫ് സെലക്ടർ അജിത് അകാർക്കറുടെ ചില വ്യക്തിപരമായ താല്പര്യക്കുറവുകൾ കാരണമാണ് സഞ്ജുവിന് അവസാന ഘട്ടത്തിൽ നറുക്കു വീഴാതെ പോയതെന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. സഞ്ജുവിന് പകരം ശ്രേയസ് അയ്യരെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനായിരുന്നു സെലക്ഷൻ കമ്മിറ്റിക്ക് താല്പര്യം. മികച്ച ഫോമിലായിരുന്നിട്ടും കരിയറിലെ ഒരു സുവർണ അവസരമാണ് സഞ്ജുവിന് ഇവിടെ നഷ്ടമായത്. എന്നാൽ ക്യാപ്റ്റൻ സ്ഥാനം പോയെങ്കിലും സഞ്ജുവിനെ ഇന്ത്യൻ വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ അഭിവാജ്യ ഘടകമാക്കാനുള്ള വലിയൊരു പദ്ധതി ഗംഭീറിന്റെ മനസ്സിലുണ്ട്. കഴിഞ്ഞ ICC T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്ന സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച അവസരങ്ങളിൽ തന്റേതായ മുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിന്റെ ഫലമായി വരാനിരിക്കുന്ന UK പര്യടനം, ഏഷ്യൻ ഗെയിംസ് എന്നിവയ്ക്കുള്ള ഇന്ത്യൻ T20 ടീമിൽ തന്റെ സ്ഥാനം ഭദ്രമാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുമുണ്ട്. T20 ടീമിലെ വിക്കറ്റ് കീപ്പർ ബാറ്റർ സ്ഥാനത്തേക്ക് ഇപ്പോൾ സെലക്ടർമാർക്ക് സഞ്ജുവിനെ മറികടന്ന് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ സഞ്ജുവിന്റെ അടുത്ത യഥാർത്ഥ ലക്ഷ്യം ഇതൊന്നുമല്ല. അത് ഇന്ത്യൻ ഏകദിന ടീമിലേക്കുള്ള രാജകീയമായ മടങ്ങിവരവാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുക എന്ന വലിയ സ്വപ്നമാണ് സഞ്ജുവിനുള്ളത്. 2023 ലോകകപ്പ് ടീമിൽ നിന്ന് നിർഭാഗ്യവശാൽ പുറത്തു പോകേണ്ടി വന്ന സഞ്ജുവിന് ഇനിയൊരു ലോകകപ്പ് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ വഴികളും ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. കാരണം മറ്റാരുമല്ല, കോച്ച് ഗൗതം ഗംഭീർ തന്നെയാണ്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായി ചുമതല ഏറ്റതു മുതൽ ടീമിൽ വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത്. കളിക്കാരുടെ പ്രതിഭയ്ക്കും ഫോമിനും മാത്രം മുൻഗണന നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. സഞ്ജു എന്ന ബാറ്ററുടെ യഥാർത്ഥ മൂല്യം ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. സഞ്ജുവിനെ ഇന്ത്യൻ ഏകദിന സെറ്റപ്പിലേക്ക് ഉടനടി തിരികെ കൊണ്ടുവരണമെന്ന ഗംഭീർ സെലക്ടർമാരോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. കേവലം ഒരു താല്പര്യത്തിന്റെ പുറത്തല്ല ഗംഭീർ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു കളിച്ചപ്പോഴൊക്കെ കാഴ്ചവെച്ച അവിശ്വസനീയമായ പ്രകടനങ്ങളുടെ കൃത്യമായ റെക്കോർഡുകൾ നിരത്തിയാണ് ഗംഭീർ സെലക്ടർമാർക്ക് മുൻപിൽ ചർച്ച നടത്തിയത്. വരാനിരിക്കുന്ന പ്രധാന ഏകദിന പരമ്പരകളിൽ KL രാഹുലിനും ഋഷഭ് പന്തിനും പുറമെ ടീമിന്റെ ഏറ്റവും വിശ്വസ്തനായ ബാക്കപ്പ് ഓപ്ഷനായി അല്ലെങ്കിൽ ഒരു പ്രധാന മിഡിൽ ഓർഡർ ബാറ്ററായി സഞ്ജുവിനെ നിലനിർത്തേണ്ടത് ടീമിന്റെ ആവശ്യമാണെന്ന് ഗംഭീർ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് ഗൗതം ഗംഭീർ സഞ്ജുവിനെ ഏകദിനത്തിൽ ഇത്രയധികം പിന്തുണയ്ക്കുന്നത് എന്നതിന് വ്യക്തമായ സാങ്കേതിക കാരണങ്ങളുമുണ്ട്. ഇന്ത്യൻ പിച്ചുകളിൽ റൺസ് അടിച്ചുകൂട്ടുന്ന പല ബാറ്റർമാരും വിദേശത്തെ, പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ പേസും ബൗൺസുമുള്ള പിച്ചുകളിൽ പതർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സഞ്ജു ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ്. ചെറുപ്രായം മുതൽക്കേ പേസ് ബൗളിങ്ങിനെതിരെ മികച്ച രീതിയിൽ ഫുൾ ഷോട്ടുകളും കട്ട് ഷോട്ടുകളും കളിക്കാൻ സഞ്ജുവിന് പ്രത്യേക കഴിവുണ്ട്. പന്തിന്റെ മെറിറ്റ് അനുസരിച്ച് ലേറ്റായി കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ സാങ്കേതിക മികവ് വിദേശ മണ്ണിൽ ഇന്ത്യക്ക് വലിയ തുണയാകും. പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെ വാണ്ടറേഴ്സ് പോലെയുള്ള അതിവേഗ പിച്ചുകളിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി ടീമിന് വലിയ മുൻതൂക്കം നൽകും. ഈ ഒരു ദീർഘവീക്ഷണമാണ് സഞ്ജുവിനെ വീണ്ടും ഏകദിന പ്ലാനുകളുടെ ഭാഗമാക്കാൻ ഗംഭീറിനെ പ്രേരിപ്പിക്കുന്നത്. സഞ്ജു ഒരു മികച്ച T20 കളിക്കാരനായാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റെക്കോർഡുകൾ ഉള്ളത് ഏകദിന ക്രിക്കറ്റിലാണ്. നിർഭാഗ്യവശാൽ ഈ ഫോർമാറ്റിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ തഴയപ്പെട്ടിട്ടുള്ളത്. സഞ്ജുവിന്റെ ഏകദിന കരിയറിലെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ സെലക്ടർമാരുടെ അവഗണന എത്രത്തോളം ക്രൂരമായിരുന്നുവെന്ന് മനസ്സിലാകും. വെറും 16 മത്സരങ്ങൾ മാത്രം കളിച്ച ഒരു കളിക്കാരന് 56-ലധികം ബാറ്റിംഗ് ശരാശരി ഉണ്ടാവുക എന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അപൂർവമായ കാര്യമാണ്. വിരാട് കോഹ്ലി, MS ധോണി തുടങ്ങി ഇതിഹാസ താരങ്ങളുടെ കരിയറിന്റെ തുടക്കകാലത്തെ ശരാശരിയോട് കിടപിടിക്കുന്നതാണ് സഞ്ജുവിന്റെ ഈ പോരാട്ടം. ഇതിന്
ഇതിനർത്ഥം തനിക്ക് അവസരം ലഭിച്ചപ്പോഴൊക്കെയും ടീമിന്റെ വിജയത്തിൽ നിർണായകമായി പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. കൂടാതെ ഒരു തവണ പോലും അദ്ദേഹം 0-ന് പുറത്തായിട്ടില്ല എന്നതും അദ്ദേഹത്തിന്റെ കളിയിലെ വിശ്വസ്തത തെളിയിക്കുന്നു. സഞ്ജു തന്റെ അവസാന ഏകദിന മത്സരം കളിക്കുന്നത് 2023 ഡിസംബറിലാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ തട്ടകത്തിൽ നടന്ന ആ നിർണായക മത്സരത്തിൽ ഇന്ത്യ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് സഞ്ജു ക്രീസിലെത്തുന്നത്. സമ്മർദ്ദ ഘട്ടങ്ങളെ അതിജീവിച്ച് 114 പന്തുകളിൽ നിന്നും 108 റൺസ് നേടി അദ്ദേഹം തന്റെ കന്നി അന്താരാഷ്ട്ര ഏകദിന സെഞ്ചുറി കുറിച്ചു. സഞ്ജുവിന്റെ സെഞ്ചുറിയുടെ കാര്യത്തിൽ ഇന്ത്യ ആ മത്സരത്തിൽ 78 റൺസിന്റെ ആധികാരിക വിജയം നേടുകയും പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും ആ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സഞ്ജുവിനായിരുന്നു. വിദേശ മണ്ണിൽ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ നേടുന്ന ഏറ്റവും മികച്ച സെഞ്ചുറികൾ ഒന്നായിരുന്നു അത്. എന്നാൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ മത്സരത്തിന് ശേഷം സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്നും സെലക്ടർമാർ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ഒരു സെഞ്ചുറി നേടി മാച്ച് വിനറായ കളിക്കാരനെ തൊട്ടടുത്ത പരമ്പരകളിൽ നിന്നും പരിക്കുകൾ പോലും ഇല്ലാതെ തഴയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ആദ്യമായിട്ടായിരുന്നു. ഈ അവഗണനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് വിദഗ്ധർക്കിടയിലും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. സഞ്ജുവിന്റെ കരിയറിനെ എപ്പോഴും സജീവമായി നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് വരുന്ന ആരാധകരാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളമുള്ള ആഗോളതലത്തിലും സഞ്ജുവിന് വലിയൊരു ഫാൻസ് ബേസ് ഉണ്ട്. സഞ്ജു നേരിടുന്ന ഓരോ അവഗണനയും ആരാധകർ തങ്ങൾക്ക് നേരെ നടക്കുന്ന അനീതിയായാണ് കാണുന്നത്. എങ്കിലും സഞ്ജു ഒരിക്കലും സെലക്ടർമാർക്കെതിരെയോ BCCIക്കെതിരെയോ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. കരിയറിലെ കഠിനമായ അവസ്ഥകളിലും പുഞ്ചിരിയോടെ മൈതാനത്ത് തുടരാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇതോടെ ഗൗതം ഗംഭീറിന്റെ വരവോടെ കാര്യങ്ങൾ അനുകൂലമായി മാറുകയാണ്. ഗംഭീർ സെലക്ടർമാരുമായി നടത്തിയ ചർച്ചകൾ ഫലം കാണുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഏകദിന പരമ്പരകളിൽ സഞ്ജു വീണ്ടും നിലക്കുപ്പായത്തിൽ അണിനിരക്കും.